നിങ്ങളെ എതിർക്കുന്ന ഒരു പോയിന്റ് പറയാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. സംസാരിച്ചു. ഞാൻ എന്റെ വാസ്തവം നിങ്ങൾ കേട്ടോ. നിങ്ങൾ എന്റെ ഇടപെട്ടിരിക്കല്ലേ, നിങ്ങൾ വീണ്ടും ഇടപെട്ടോണ്ടിരിക്കല്ലേ, നിങ്ങൾ ഇടപെടാതൊന്നും ഇരിക്കുക. ഒരു മിനിറ്റ് നിൽക്കുക. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഞാൻ പറഞ്ഞ ഒരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് SDP സ്ഥാനാർത്ഥിയെ മാറ്റിയോ ഇല്ലയോ? മാറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക നിലപാട് പറഞ്ഞിട്ടുണ്ടാവുന്നേ. പക്ഷെ അത് ആര് വിശ്വസിക്കാനാണ് എന്റെ ചോദ്യം. സംസ്ഥാന നിലപാട് എന്താ? മുസ്ലിം ലീഗുകാർ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. SDP വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ അവർ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. അതിലെങ്കിലും നിലപാട് കാണിക്കും. SDP വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് അവരെ ഇപ്പൊ തള്ളി പറയണം നിങ്ങൾ. പൂഞ്ഞാറില് SDP ആർക്കാ വോട്ട് ചെയ്തേ? നിങ്ങൾ മറക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ള ഫാക്ട് അത്രേ ഉള്ളൂ കാര്യം. അവർ വോട്ട് ചെയ്തിരിക്കുന്നത് BJP തോൽപ്പിക്കാനുള്ള വോട്ടാണ്. അവർ പലയിടത്തും ധൈര്യം പോലും ഉണ്ടായിട്ടില്ല. എന്റെ മണ്ഡലോ സമയം കഴിയണം. പാലക്കാട് CPM-ന് എന്റെ പ്രശ്നം ഹാഷ്മിയ. എന്റെ പ്രശ്നം പാലക്കാട് SDP വോട്ട് CPM-ന്. ഹാഷ്മി എടുത്ത് ഇരട്ടത്താപ്പാ. ഒരു ഇരട്ടത്താപ്പല്ല, നിങ്ങളെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഹാഷ്മിയുടെ പ്രശ്നം എന്റെ സമയം കഴിയണം. ഇരട്ടത്താപ്പ് കാണിച്ച് നിങ്ങളാ. SDP വോട്ടത്തിൽ വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഈ തള്ളി പറയുന്ന ലാല് കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കുന്നതല്ല. എന്റെ സമയം കഴിയാണ്. എന്തായാലും ഈ പറഞ്ഞ ചർച്ചകൾക്കൊന്നും കാര്യമായ പ്രസക്തി ഇനിയില്ല.